Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. എന്താണ് ചോദിച്ചോ? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അക്ഷയ, ശരണ്യ, ആൽവിൻ, എംപി. Good afternoon. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, കാർത്തിക, എല്ലാവരും വോട്ടൊക്കെ ചെയ്തോ? തൃശ്ശൂർ ജില്ലക്കൊക്കെ വോട്ട് ഉണ്ടല്ലോ. ഓക്കെ, ഡെൻസി, ഗുഡ് ആഫ്റ്റർനൂൺ. ചെയ്തു അല്ലേ? ഓക്കെ, ഞങ്ങളുടെ എറണാകുളം ജില്ല ആയതുകൊണ്ട് ഞങ്ങളുടെ 9-ാം തീയതി കഴിയും. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ട് വെണ്ടർ സെലക്ഷൻ പ്രോസസ് വരെയാണ് കേട്ടോ. അതറിയാം ശ്രീലക്ഷ്മി, തൃശ്ശൂർ ജില്ലക്കല്ല, ഞാൻ ബേസിക്കലി തൃശ്ശൂരാണല്ലോ, ഇവിടെ വന്ന് താമസിക്കുന്നതെന്നുള്ളൂ. തൃശ്ശൂരിലെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഓക്കെ, ശ്രീലക്ഷ്മി, ഗുഡ് ആഫ്റ്റർനൂൺ. എറണാകുളത്ത് താമസിക്കണമെന്നുള്ളൂ. എനിക്ക് എന്റെ തൃശ്ശൂരാണ് ഏറ്റവും ഇഷ്ടമുള്ള നാട്. സ്വന്തം നാട് തൃശ്ശൂരാണ്, എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. ഇവിടെ വന്ന് താമസിക്കണമെന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇതായിരുന്നു, വെണ്ടർ സെലക്ഷനിങ് സ്റ്റെപ്പുകളായിരുന്നു അല്ലെ, സ്റ്റെപ്സ് ഫോർ ദ വെണ്ടർ സെലക്ഷൻ. അപ്പൊ അതിനകത്ത് നമ്മൾ 5 സ്റ്റെപ്പുകൾ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ അതുവരെ മനസ്സിലായോ നിങ്ങൾക്ക്? വായിച്ചു നോക്കിയോ എല്ലാവരും? ഓക്കെ അല്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഡിഫൈൻ ആൻഡ് അനലൈസ് ബിസിനസ് റിക്വയർമെന്റ്സ് അല്ലെ. അതെ, നമ്മുടെ ബിസിനസിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ അത് അനലൈസ് ചെയ്യുന്നു. അതായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ്. അതെ, അത് അനലൈസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഐഡന്റിഫൈ ദ തേർഡ് പാർട്ടി വെണ്ടർ കാൻഡിഡേറ്റ് അല്ലെ. നമുക്ക് ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് നൽകാൻ കഴിയുന്ന പൊട്ടൻഷ്യൽ ആയിട്ടുള്ള വെൻഡേഴ്സിനെ നമ്മൾ കണ്ടെത്തുന്നു അല്ലെ. വെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് വെൻഡേഴ്സിനെ നമ്മൾ കണ്ടെത്തും അല്ലെ. അതായിരുന്നു സെക്കൻഡ് സ്റ്റെപ്പ്, ഐഡന്റിഫൈ ദ തേർഡ് പാർട്ടി വെൻഡർ കാൻഡിഡേറ്റ്. അത് തന്നെ ശ്രീകൃഷ്ണു, ബെസ്റ്റ് സെല്ലേഴ്സിനെ നമ്മൾ കണ്ടെത്തുന്നു അല്ലെ. മൂന്നാമത്തെ എന്താണ്? ഡെവലപ്പ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ബ്രാക്കറ്റിൽ വിത്ത് വെയിറ്റിംഗ് ആണ് അല്ലെ. അതെ, നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പൊട്ടൻഷ്യൽ വെൻഡേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അവരുടെ വാല്യൂ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ അവർക്ക് ഒരു റാങ്കിങ് കൊടുക്കുകയാണ് അല്ലെ, ഒരു വെയിറ്റേജ് നമ്മൾ കൊടുക്കുകയാണ് അല്ലെ, ഒരു സ്കോർ നമ്മൾ കൊടുക്കുകയാണ്. എന്തിനാണ് നമ്മൾ അങ്ങനെ സ്കോർ കൊടുക്കുന്നത്? ആ സ്കോറിന്റെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വെൻഡേഴ്സിനെ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം നമ്മളുടെ കയ്യിൽ ഒരുപാട് വെൻഡേഴ്സിനെ നമ്മൾ കണ്ടെത്തും അല്ലെ. അപ്പൊ നമുക്ക് അവരെ കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു വെൻഡറിനെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ അത് കണ്ടെത്താനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട്, ഒന്ന് വാല്യൂ, മറ്റൊന്ന് പ്രയോറിറ്റി. ഈ 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അവർക്കൊരു വെയിറ്റേജ് കൊടുക്കുകയാണ് അല്ലെ, ഒരു സ്കോർ നമ്മൾ കൊടുക്കുകയാണ്. അതായിരുന്നു മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? അപ്പൊ സ്കോറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലെ, ഒരു പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന പോലെ ചെയ്യും അല്ലെ. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? കണ്ടന്റ് വെൻഡർ ബ്രീഫിങ്സ്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വെൻഡേഴ്സുമായിട്ട് നമ്മളൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാണ് അല്ലെ. അവരുമായിട്ട് നമ്മൾ നേരിട്ട് പോകുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു, നമ്മുടെ റിക്വയർമെന്റ്സുകൾ നമ്മൾ പറയുന്നു, അങ്ങനെ നമ്മളൊരു പൊതുവായിട്ടുള്ള ഒരു ധാരണയിൽ എത്തുന്നു. അതായിരുന്നു നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ആ ഒരു നാലാമത്തെ സ്റ്റെപ്പിലൂടെ തന്നെ നമുക്ക് ഏകദേശം നമുക്കൊരു വെൻഡറിനെ ഏകദേശം കണ്ടെത്താൻ പറ്റും. നമുക്ക് പറ്റിയൊരു വെൻഡർ ആരാണെന്നുള്ളത് ഒരു ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കഴിയും അല്ലെ. അതിനുശേഷം അഞ്ചാമത്തെ എന്താണ്? ഇവാലുവേറ്റ് വെൻഡേഴ്സ് ആൻഡ് ഷെഡ്യൂൾഡ് അബോസ്.
ആ വെൻഡേഴ്സിനെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വെൻഡേഴ്സിനെ ഒന്നും കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ് അല്ലെ. അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കാര്യം നമ്മൾ അവരായിട്ട് സംസാരിച്ചു, പൊതുവായിട്ടുള്ള ഒരു ധാരണയിലേക്ക് എത്തി. എന്നിരുന്നാലും നമുക്ക് അവരുടെ കേപ്പബിലിറ്റീസ്, അവരുടെ പൊട്ടൻഷ്യാലിറ്റീസ് എത്രത്തോളം ഉണ്ടെന്ന് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവരോട് ഒരു ഡെമോൺസ്ട്രേഷൻ ആവശ്യപ്പെടാം അല്ലെ. ഒരു ഡെമോ അവരോട് പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ അല്ല നമുക്ക് ആവശ്യപ്പെടാം. അതും കൂടെ കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു വെൻഡറിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഡെമോനെ പറ്റി നമ്മൾ പറഞ്ഞു. ഈ ഡെമോ എന്ന് പറഞ്ഞാൽ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ് അല്ലെ. അതായത് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു വെൻഡറിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനും ആ ഒരു വെൻഡറിന്റെ എല്ലാവിധ പൊട്ടൻഷ്യാലിറ്റീസും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്ന ഏറ്റവും നല്ലൊരു ടൂളാണ് എന്ത്? ഡെമോ, ഡെമോൺസ്ട്രേഷൻ. അതിന് ചുരുക്കിയിട്ടാണ് ഡെമോ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും വരെയാണ് 5 സ്റ്റെപ്പിന് നമ്മൾ പറയുന്നത്. ഇനി എന്താണ്? 2 സ്റ്റെപ്പും കൂടെ ഉള്ളൂ. 6ാമത്തെ സ്റ്റെപ്പ് എന്താണ്? 6th സ്റ്റെപ്പ് എന്താണ്? കംപ്ലീറ്റ് വെൻഡർ സെലക്ഷൻ അല്ലെ. വെൻഡർ സെലക്ഷൻ നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. അതായത് 5ാമത്തെ സ്റ്റെപ്പിലൂടെ തന്നെ നമുക്ക് വെൻഡറിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? വെൻഡർ സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ 6ാമത്തെ സ്റ്റെപ്പോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. ആ ഒരു പ്രോസസ്സ് നമ്മൾ അവിടെ അവസാനിക്കുകയാണ് അല്ലെ. ആ ഒരു 6ാമത്തെ സ്റ്റെപ്പില് നമ്മൾ കണ്ടെത്തി അല്ലെ, നമ്മുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള, നമുക്ക് ഐഡിയൽ ആയിട്ടുള്ള വെൻഡർ ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്? കണ്ടെത്തി കഴിഞ്ഞു. അതോടുകൂടി വെൻഡർ സെലക്ഷൻ നമുക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ അതാണ് അവിടെ പറയുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഓപ്ഷൻസ്. എന്തുകൊണ്ടാണ് പ്രൈമറി സെക്കൻഡറി ഓപ്ഷൻസ് പറയാൻ കാരണം? നമ്മളിപ്പോ വെൻഡേഴ്സിനെ കണ്ടെത്തിയപ്പോ ചിലപ്പോ ഒരു 3ഓ 4ഓ വെൻഡേഴ്സിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അതിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ ഫസ്റ്റ് പൊസിഷൻ കൊടുക്കുക അല്ലെ. അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പ്രൈമറി ഓപ്ഷൻ ആർക്കാ കൊടുക്കുക? ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന വെൻഡറിനല്ലേ നമ്മൾ പ്രൈമറി ഓപ്ഷൻ കൊടുക്കുക. അയാള് ലഭ്യമല്ല ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ 2ാമത്തെ ആൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഓപ്ഷൻസ്. Okay, അപ്പൊ നോക്കാം. At the conclusion of the evaluation process, the team will identify a primary option. Primary option എന്ന് പറഞ്ഞാൽ is the winner അല്ലെ. അതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ വെൻഡർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലെ, ഫസ്റ്റ് പൊസിഷൻ അദ്ദേഹത്തിനായിരിക്കും. അവർക്കാണ് നമ്മൾ പ്രൈമറി ഓപ്ഷൻ കൊടുക്കുന്നത്. ഇൻ കേസ് അവര് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു സെക്കൻഡറി ആൾട്ടർനേറ്റീവിലോട്ട് പോകുന്നുള്ളൂ അല്ലെ. ആദ്യത്തെ ആൾ അവൈലബിൾ അല്ല എങ്കിൽ മാത്രം നമ്മൾ സെക്കൻഡ് റാങ്കിങ്ങിലുള്ള ആൾക്ക് നമ്മൾ ചാൻസ് കൊടുക്കും. അതാണ് 6ാമത്തെ സ്റ്റെപ്പില് നടക്കുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ എന്താണ്? കംപ്ലീറ്റ് കോൺട്രാക്ടിങ് വിത്ത് വെൻഡർ. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള വെൻഡറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു എഗ്രിമെന്റിൽ നമ്മൾ ഏർപ്പെടാണ്. നമ്മൾ നമ്മുടെ വെൻഡറിനെ കണ്ടെത്തി ഇനി ആ വെൻഡറുമായിട്ട് നമ്മൾ എന്തിൽ ഏർപ്പെടുന്നു? എഗ്രിമെന്റിൽ, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അതാണ് 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആ ഒരു പ്രോജക്റ്റ് നമ്മൾ കൊണ്ടുപോകാൻ പോവാണ്. ഓക്കെ, അപ്പൊ അവരുമായിട്ട് നമ്മൾ ഒരു കരാറിൽ ഏർപ്പെടും. അപ്പൊ നോക്കുക കേട്ടോ, ഈ സ്റ്റെപ്പിൽ എന്തൊക്കെയാണ്? ദിസ് സ്റ്റെപ്പ് ഇൻവോൾവ്സ് defining a clear set of objectives, deliverables, time frames and budgets for the project with the vendor. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ലക്ഷ്യങ്ങള്, നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നതിനെ പറ്റി, ഡെലിവറബിൾസ്, ദാറ്റ് മീൻസ് നമുക്ക് എന്തൊക്കെ ഗുഡ്സ് ആൻഡ് സർവീസസുകളാണ് ആവശ്യമായിട്ടുള്ളത്, പിന്നെ അതിന്റെ ടൈം ഫ്രെയിംസ്, എത്ര സമയത്തിനുള്ളിൽ നമുക്ക് ഈ പറയുന്ന നമ്മൾ ആവശ്യപ്പെടുന്ന വസ്തുക്കൾ നമുക്ക് എത്തിച്ചു തരണം, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബഡ്ജറ്റും കാര്യങ്ങളും അല്ലെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങള്, ഇവയെല്ലാം ഉൾപ്പെടെ നമ്മൾ എന്താണ് ഒരു പ്രോജക്റ്റിൽ, ആ ഒരു വെൻഡറുമായിട്ട് നമ്മൾ ആ ഒരു പ്രോജക്റ്റിൽ ഏർപ്പെട്ടാണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലക്ഷ്യങ്ങള്, നമ്മൾക്ക് വേണ്ട ഡെലിവറബിൾസ്, അത് എത്തിച്ചു തരേണ്ട ടൈം ഫ്രെയിംസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ബഡ്ജറ്റുകള്, ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വെൻഡറുമായിട്ട് ഒരു പ്രോജക്റ്റില് നമ്മൾ ഏർപ്പെടുക. ദാറ്റ് മീൻസ് ഒരു കരാറിൽ നമ്മൾ ഏർപ്പെടുകയാണ്. ഓക്കെ, ഇനി നോക്കിയേ, ദീസ് ഷുഡ് ബി ക്ലിയർലി റിട്ടേൺ in terms of the contract. അപ്പൊ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഒരു കോൺട്രാക്ട്, ഒരു കരാർ അടിസ്ഥാനത്തിൽ തന്നെ ഒരു എഗ്രിമെന്റ് രൂപത്തിൽ തന്നെ നമ്മളത് വ്യക്തമായിട്ട് രേഖാമൂലം നമ്മൾ എഴുതണം. വെറുതെ വാക്കാൽ പറഞ്ഞാൽ പോലെ ഒരു എഗ്രിമെന്റ് നമ്മൾ എഴുതില്ല, അതങ്ങനെ തന്നെ ചെയ്യണം. അതായത് ഒരു കോൺട്രാക്ട് ബേസിസിൽ തന്നെ
ഒരു എഗ്രിമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം റിട്ടേൺ ആയിട്ട്, അതായത് രേഖാമൂലം തന്നെ നമ്മൾ അവിടെ വ്യക്തമായിട്ട് എഗ്രിമെന്റ് ചെയ്തിരിക്കും. ഓക്കെ, പിന്നെന്താണ്, one of the most important factors in the vendor selection process is to develop a contract negotiation strategy. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന വെൻഡർ സെലക്ഷൻ പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ടു ഡെവലപ്പ് എ കോൺട്രാക്ട് നെഗോഷിയേഷൻ സ്ട്രാറ്റജി. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്കഷൻ എന്നുള്ള അർത്ഥമാണ് കേട്ടോ, ചർച്ച ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അതായത് നല്ലൊരു കോൺട്രാക്ട് നെഗോഷിയേഷൻ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വെൻഡർ സെലക്ഷൻ പ്രോസസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണ് ഈ നെഗോഷിയേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല്? അതായത് നമ്മൾ ആ ഒരു വെൻഡറുമായിട്ട് കരാറിൽ ഏർപ്പെടുകയാണ്, അവരുമായിട്ട് നമ്മൾ ആ ഒരു പ്രോജക്റ്റും കാര്യങ്ങളും നമ്മൾ നടത്താൻ പോവാണ്. അപ്പൊ എങ്ങനെ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എങ്ങനെ നമ്മൾ എഗ്രി ചെയ്യുക, അതുപോലെ തന്നെ അവരുമായിട്ട് എങ്ങനെ നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, ഹൗ ടു ഡിസ്കസ്, അതുപോലെ ഹൗ ടു എഗ്രി വിത്ത് ദ വെൻഡർ, ആ വെൻഡറുമായിട്ട് നമ്മൾ എങ്ങനെ എഗ്രിമെന്റിൽ ഏർപ്പെടണം, അവരുമായിട്ട് എപ്രകാരം നമ്മൾ ഡിസ്കസ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ആണ് നമ്മൾ ഈ പറയുന്ന കോൺട്രാക്ട് നെഗോഷിയേഷൻ സ്ട്രാറ്റജി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് പറയും. അതായത് പ്രൈസിങ്ങിനെ പറ്റി പറയും, അതുപോലെ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളെ പറ്റി പറയും, പിന്നെ ഈ പറയുന്ന പോലെ ടൈം ഫ്രെയിംസിനെ പറ്റി പറയും. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ലൊരു കോൺട്രാക്ട് നെഗോഷിയേഷൻ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചുരുക്കി പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? രണ്ട് കൂട്ടർക്കും മ്യൂച്വലി ബെനിഫിറ്റബിൾ ആകുന്ന രീതിയിൽ നമ്മളൊരു എഗ്രിമെന്റിൽ ഏർപ്പെടുക. അതാണ് കോൺട്രാക്ട് നെഗോഷിയേഷൻ സ്ട്രാറ്റജി. രണ്ട് പാർട്ടീസിനും, അതായത് ഇപ്പൊ നമ്മള് വസ്തുക്കൾ വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളും ആ വെൻഡറും തമ്മില് രണ്ട് കൂട്ടർക്ക്, രണ്ട് പാർട്ടീസിനും മ്യൂച്വലി ബെനിഫിറ്റബിൾ ആകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. എന്ന് വെച്ചാൽ ആർക്കും നഷ്ടം വരരുത്. നമുക്ക് നമ്മുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റണം, വെൻഡറിന്റെ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കണം. ആ രീതിയിൽ രണ്ട് പാർട്ടീസിനും മ്യൂച്വലി ബെനിഫിറ്റബിൾ ആകുന്ന രീതിയിൽ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടാം. ആ രീതിയിലുള്ള ഒരു കോൺട്രാക്ട് നെഗോഷിയേഷൻ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വെൻഡർ സെലക്ഷൻ പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നോക്കുക കേട്ടോ. A successful contract negotiation simply means that both the parties will search for positives that will benefit the two parties in every aspect while they achieve a fair and equitable deal. ഈ പറഞ്ഞ കാര്യമാണ്. അതായത് വളരെ നല്ലൊരു സക്സസ്ഫുൾ കോൺട്രാക്ട് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാല് രണ്ട് പാർട്ടീസിനും എന്ത് ലഭിക്കണം? ബെനിഫിറ്റ് ലഭിക്കണം, അല്ലെ? എല്ലാ അർത്ഥത്തിലും. ഓക്കെ, എല്ലാ അർത്ഥത്തിലും രണ്ടു കൂട്ടർക്കും അവരുടേതായ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്ന രീതിയിൽ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ സക്സസ്ഫുൾ നെഗോഷിയേഷൻ സ്ട്രാറ്റജി എന്ന് നമുക്ക് അതിനെ പറയാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കാം, നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു എഗ്രിമെന്റിൽ എഴുതി ചേർക്കേണ്ടത് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയേ. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ബി ക്ലിയർ അബൌട്ട് all the important prerequisites, terms and conditions of the contract, and to provide the precise information on what goods and all services the vendor should provide. അതായത് നമ്മളൊരു കോൺട്രാക്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മുടെ എല്ലാ റിക്വസൈറ്റ്സുകളും, ദാറ്റ് മീൻസ് നമ്മൾ ആ ഒരു എഗ്രിമെന്റിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പ്രീ റിക്വസൈറ്റ്സ് ഉണ്ട്, അല്ലെ? നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളൊരു വെൻഡറുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നതിനെ മുൻപ് തന്നെ നമുക്ക് ചില എക്സ്പെക്ടേഷൻസ് ഉണ്ട്, നമുക്ക് ചില റിക്വയർമെന്റ്സുകൾ ഉണ്ട്, അല്ലെ? സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രീ റിക്വസൈറ്റ്സുകള്, അതുപോലെ ആ ഒരു കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസുകള്, അതുപോലെ വെൻഡർ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ഗുഡ്സ് ആൻഡ് സർവീസസിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസുകളും നമ്മൾ ആ ഒരു കോൺട്രാക്റ്റിനകത്ത് രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അതിനു പുറമെ അത് മാത്രമല്ല പിന്നെന്തൊക്കെയാണ്? വെൻഡേഴ്സ് കോമ്പൻസേഷൻ ഷുഡ് ബി ക്ലിയർലി സ്റ്റേറ്റഡ്, ദ ടോട്ടൽ കോസ്റ്റ്, ദ ഷെഡ്യൂൾ ഫോർ പേയ്മെന്റ് ആൻഡ് ഫിനാൻസിംഗ് ടേംസ്. അതിനു പുറമെ വെൻഡർക്ക് നമ്മൾ കൊടുക്കേണ്ട പേയ്മെന്റ്സ്, അല്ലെ? ടോട്ടൽ കോസ്റ്റ് എത്രയാണ്, അതുപോലെ പേയ്മെന്റ് ടേംസ്, ഏത് രീതിയിൽ പേയ്മെന്റ് ചെയ്യണം, ഓക്കെ, അതുപോലെ ഫിനാൻസിങ് ബഡ്ജറ്റും കാര്യങ്ങളും, അതിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇതെല്ലാം തന്നെ നമ്മൾ എഗ്രിമെന്റിനകത്ത് വ്യക്തമാക്കിയിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? There should also be acknowledgement of the following effective dates or renewal dates,
കംപ്ലീഷൻ ഡേറ്റ്സ് ഓഫ് ടെർമിനേഷൻ ഡേറ്റ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റുകളും ആ കോൺട്രാക്റ്റിനകത്ത് ഉണ്ടായിരിക്കണം. അതായത് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ആ കോൺട്രാക്ട് എന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്, എന്നാണ് ആ കോൺട്രാക്ട് പുതുക്കേണ്ടത്, റിന്യൂ ചെയ്യേണ്ടത്, പിന്നെ നമ്മൾ കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എത്ര ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ചില കോൺട്രാക്റ്റുകൾ ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ചിലപ്പോൾ പകുതിക്ക് വെച്ച് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരെ ചിലപ്പോൾ ടെർമിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അങ്ങനെയും വരാലോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ടേംസും കണ്ടീഷൻസും ഡേറ്റുകളും കൃത്യമായിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഡോക്യുമെന്റ് ചെയ്തിരിക്കണം. ക്ലിയറായോ പറഞ്ഞത്? ഇതാണ് ഏഴാമത്തെ സ്റ്റെപ്പ് കേട്ടോ. ഏഴാമത്തെ സ്റ്റെപ്പ് എന്താണ്, നമ്മൾ കണ്ടെത്തിയ വെണ്ടറുമായിട്ട് നമ്മളൊരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ആ ഒരു എഗ്രിമെന്റ് നമ്മൾ രേഖാമൂലം കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കണം. അതുപോലെ ആ ഒരു എഗ്രിമെന്റില് നമ്മുടെ എല്ലാ ഒബ്ജക്റ്റീവ്സുകളും നമുക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളും അതിന്റെ ടൈം ഫ്രെയിമും ബഡ്ജറ്റും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിരിക്കണം. അതുപോലെ തന്നെ പേയ്മെന്റ് കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കണം കേട്ടോ. ഇതോട് കൂടിയിട്ട് വെണ്ടർ സെലക്ഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്പുകൾ അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ എത്ര സ്റ്റെപ്പാണ് നമ്മൾ അതിനകത്ത് പഠിച്ചേ? 7 സ്റ്റെപ്പുകളാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ഓക്കെ, ഒരു കാര്യം ചെയ്യും, 6 7 സ്റ്റെപ്പുകൾ ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾ പെട്ടെന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണോ? ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ഭാഗങ്ങള് കുറച്ച് ഡ്രൈ ആണ് കേട്ടോ, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് വെണ്ടർ ആണ് കേട്ടോ. പലതരത്തിലുള്ള വെണ്ടറുകൾ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ടൈപ്സ് ഓഫ് വെണ്ടർ കേട്ടോ. ഓക്കെ, ടൈപ്സ് ഓഫ് വെണ്ടർ. അപ്പൊ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ നമുക്ക് കാണാം. ഇതില് നമ്മള് വെണ്ടറിനെ ക്ലാസിഫൈ ചെയ്തേക്കാണ്. 2 ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വെണ്ടറിനെ എന്താണ് ക്ലാസിഫൈ ചെയ്തേക്കാണ് കേട്ടോ. 2 ടൈപ്പ് ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 2 ക്രൈറ്റീരിയാസ് ആണ്. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാല് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാല് ഡിപ്പെൻഡൻസ് ആണ് കേട്ടോ, ഡിപ്പെൻഡൻസ്. അപ്പൊ ഏതൊക്കെയാണ് 2 ക്രൈറ്റീരിയ? ഒന്ന് എക്സ്പീരിയൻസ് ആണ്, മറ്റൊന്ന് ഡിപ്പെൻഡൻസ് ആണ്. ഈ 2 ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വെണ്ടറിനെ ക്ലാസിഫൈ ചെയ്തേക്കാണ്. അതാണ് ടൈപ്പ് ഓഫ് വെണ്ടർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം, ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് പ്രൊഫഷണൽ നോളജ് ഉണ്ടായിരിക്കും, അതിനെ പറ്റി ആധികാരികമായിട്ട് പഠിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതല്ലാതെ നമ്മൾ ആ ഒരു ഫീൽഡിൽ കുറെ നാളുകളായിട്ട് വർക്ക് ചെയ്ത് അതിലൂടെ നമുക്ക് എക്സ്പീരിയൻസിലൂടെ ലഭിക്കുന്ന അറിവുകളുണ്ടാവും. അങ്ങനെ 2 തരത്തിലാണ്. ചില വെണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവരത് പ്രൊഫഷണലി പഠിച്ചിട്ടൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ എന്താണ് അവരങ്ങനെയുള്ള പ്രോജക്റ്റുകളും കരാറുകളും ഒക്കെ ചെയ്ത് അതിൽ വളരെ എന്താ പറയാ എക്സ്പീരിയൻസ്ഡ് ആയി അങ്ങനെ കിട്ടുന്ന അറിവുകളുണ്ട്. അങ്ങനെയുള്ള വെണ്ടേഴ്സും ഉണ്ട്. അതല്ലാതെ അതിനെ പറ്റിയിട്ട് പ്രൊഫഷണലി പഠിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ എക്സ്പീരിയൻസ് മനസ്സിലായല്ലോ. ഡിപ്പെൻഡൻസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന് നോളജ്, മറ്റൊന്ന് അവരുടെ കപ്പാസിറ്റി. അതിനെ ബേസ് ചെയ്തിട്ടാണ് നോളജും കപ്പാസിറ്റിയും. ആ ഒരു ഫീൽഡില് അവർക്ക് എത്രത്തോളം അറിവുണ്ട്, ആ ഒരു നോളജ്, ഇത് പ്രൊഫഷണലി അവർക്ക് ലഭിക്കുന്ന അവരുടെ നോളജ് അതിനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു നോളജും പിന്നെ അവരുടെ കപ്പാസിറ്റി. ആ നോളജ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, നമുക്കത് അപ്ലൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടെ വേണ്ടേ. ആ കപ്പാസിറ്റിയും നോളജിനെ ബേസ് ചെയ്തിട്ടാണ് ഡിപ്പെൻഡൻസ് എന്നവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ എക്സ്പീരിയൻസ് അറിയാലോ. ഈ 2 ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വെണ്ടേഴ്സിനെ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് നോക്കാം. എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് 3 ഡിവിഷൻസ് ആണ് എക്സ്പീരിയൻസിന്റെ കീഴിലായിട്ടാണ്. എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് 3 ടൈപ്പ് ഓഫ് വെണ്ടേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്. ഏതൊക്കെയാണെന്ന് അറിയോ? ഒന്ന് ലീഡേഴ്സ് ആണ്.
സെക്കൻഡ് വൺ റൈസിംഗ് ആണ്. തേർഡ് വൺ ബിഗിനേഴ്സ് ആണ്. ഓക്കെ, ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ദ വെൻഡേഴ്സ് വിത്ത് എക്സ്റ്റെൻസീവ് എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ചാൽ അത്ര എക്സ്പീരിയൻസ്, വളരെ ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസ് ഉള്ള, വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള വെൻഡേഴ്സ് ആണ് ലീഡേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ദാറ്റ് മീൻസ് വെൻഡേഴ്സ് വിത്ത് എക്സ്റ്റെൻസീവ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, നല്ലൊരു എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടായിരിക്കും. ദേ ഹാവ് എ പ്രൂവൺ ട്രാക്ക് റെക്കോർഡ്. അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവും. വളരെ പ്രൂവൺ ആയിട്ടുള്ള, അതായത് ആ ഒരു ഫീൽഡിൽ പ്രൂവൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ആ ഒരു ഫീൽഡിൽ തെളിയിച്ചിട്ടുള്ള, അതിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഉള്ള ആളുകളായിരിക്കും ലീഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് വെൻഡേഴ്സ്. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ റൈസിംഗ് വെൻഡേഴ്സ് ആണ്. റൈസിംഗ് വെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വെൻഡേഴ്സ് വിത്ത് സം എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നുമില്ല, കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാല് അവരെ സംബന്ധിച്ച് എന്താണ്, they are growing or developing. അല്ല, അവർ ഗ്രോ ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന വെൻഡേഴ്സ് ആണ് റൈസിംഗ് വെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ വിഭാഗം എന്താണ്? ബിഗിനേഴ്സ് ആണ്. ദാറ്റ് മീൻസ് വെൻഡേഴ്സ് വിത്ത് നോ എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത വെൻഡേഴ്സ്. They require more guidance and support. അവർക്ക് കുറച്ചുകൂടെ ഗൈഡൻസും സപ്പോർട്ടും ഒക്കെ ആവശ്യമായിട്ടുണ്ട്. അങ്ങനെയുള്ളതാണ് ബിഗിനേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ 3 ടൈപ്പ് മനസ്സിലായോ? എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ വെൻഡേഴ്സ് വിത്ത് എക്സ്റ്റെൻസീവ് എക്സ്പീരിയൻസ് ആണ്. They have a proven track record. ഓക്കെ, രണ്ടാമത്തത് റൈസിംഗ് വെൻഡേഴ്സ് ആണ്. That means vendors with some experience ആണ്. Okay, they are still growing or developing. മൂന്നാമത്തത് ബിഗിനേഴ്സ് ആണ്. വെൻഡേഴ്സ് വിത്ത് നോ എക്സ്പീരിയൻസ്. They require guidance and support. അവർക്ക് കുറച്ചുകൂടെ ഗൈഡൻസും സപ്പോർട്ടും ഒക്കെ ആവശ്യമാണ്. ഇത്രയുള്ളൂ. ഡിപ്പെൻഡൻസിനെ ബേസ് ചെയ്തിട്ട് 2 വിഭാഗമാണ്. ഒന്ന് കപ്പാസിറ്റി, നോളജ് ആണ്. നോളജ് എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു വെൻഡേഴ്സിന് ആ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് എത്രത്തോളം അവർക്ക് അറിവുണ്ട്, നോളജ് ഉണ്ട്, അതും പിന്നെ അവരുടെ കപ്പാസിറ്റി, അതാണ് ഡിപ്പെൻഡൻസിനകത്ത് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ വെൻഡേഴ്സിന് നമ്മൾ ടൈപ്പ് ഓഫ് വെൻഡേഴ്സിൽ നമ്മൾ 2 ക്രൈറ്റീരിയസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഒന്ന് എക്സ്പീരിയൻസ് ആണ്, ഒന്ന് ഡിപ്പെൻഡൻസ് ആണ്. എക്സ്പീരിയൻസിന് ബേസ് ചെയ്ത് ലീഡേഴ്സും ഉണ്ട്, റൈസിംഗ് ഉണ്ട്, ബിഗിനേഴ്സും ഉണ്ട്. ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്റി ആൻഡ് നോളജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായില്ലേ ആ ഒരു ഫ്ലോ ചാർട്ട്? നെക്സ്റ്റ് ശ്രദ്ധിക്കാം. The evaluation of the quality program is a joint venture Venti activity. Venti എന്ന് പറഞ്ഞാൽ എന്താണ്? Venti ക്ലയന്റ് ആണ് കേട്ടോ. ക്ലയന്റ്, കസ്റ്റമർ, അവരെയാണ് Venti എന്ന് നമ്മൾ പറയുന്നത്. ഇതൊന്ന് വായിക്കാം. The evaluation of the quality program is a joint venture Venti activity. It is efficiently achieved and it provides for the mutual benefit for all parties concerned. The venture reviews its quality program to ensure that the program is accomplishing its intended function effectively and economically. ഇതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് ക്വാളിറ്റി പ്രോഗ്രാം. എന്താണ് ഇവിടെ ക്വാളിറ്റി പ്രോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമല്ല, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിന്റെ ആൾക്കാരാണ്. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് കുറച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വെൻഡറിനോട് പറയും, അല്ലെ, നിങ്ങൾക്ക് ഇന്ന സാധനത്തിന് ഇന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വെൻഡറിനോട് ആവശ്യപ്പെടുക. അപ്പൊ വെൻഡർ എന്ത് ചെയ്യണം? വെൻഡർ നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് നമ്മൾ പറയുന്ന സ്പെസിഫിക്കേഷൻസിന് അനുസരിച്ചുകൊണ്ട് ഈ പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് വെൻഡർ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. വേണ്ടേ? അതും കൃത്യമായിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ചുകൊണ്ട്, എന്നാൽ നമ്മുടെ റിക്വയർമെന്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം അവർ ആ ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവര് നടപ്പിലാക്കുന്ന ചില എന്താ പറയാ പ്രൊസീജിയറുകള് അല്ലെങ്കിൽ ചില പ്രോസസ്സുകള്, അതിനെയൊക്കെയാണ് ഇവിടെ ക്വാളിറ്റി പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ക്വാളിറ്റി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ വെൻഡർ നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയില്, നല്ലൊരു സ്റ്റാൻഡേർഡിൽ നമുക്ക് സാധനങ്ങളും സേവനങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് അവർ നടപ്പിലാക്കുന്ന ചില പ്രോസസ്സുകളും പ്രൊസീജിയറുകളും ഒക്കെയാണ് ഇവിടെ ക്വാളിറ്റി പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റി പ്രോഗ്രാമിനെ നമ്മൾ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ വിലയിരുത്തണം എന്നറിയോ?
രണ്ട് കൂട്ടരും ഒരുമിച്ച് വേണം അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞാല് വെൻഡറും ക്ലയന്റും ഒരുമിച്ച് ചേർന്ന് അവർ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു ക്വാളിറ്റി പ്രോഗ്രാമിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു വെൻഡർ മാത്രം അല്ലെങ്കിൽ ഒരു ക്ലയന്റ് മാത്രമായിട്ടല്ല അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ആ ഒരു ക്വാളിറ്റി പ്രോഗ്രാം അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് രണ്ടുപേരുടെയും റെസ്പോൺസിബിലിറ്റി ആണ്. അത് വെൻഡറിനും വെൻറ്റി മീൻസ് ക്ലയന്റും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടായിരിക്കണം ആ ഒരു ക്വാളിറ്റി പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, വിലയിരുത്തേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മള് അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് രണ്ട് പാർട്ടീസിനും എന്ത് ലഭിക്കും? ബെനിഫിറ്റ് കിട്ടും. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ കോൺട്രാക്ട് നെഗോഷിയേഷൻ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത് പറഞ്ഞു. എന്ന് പറഞ്ഞ് രണ്ടു കൂട്ടർക്കും ബെനിഫിറ്റബിൾ ആകുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരും ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് നിന്ന് അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ രണ്ട് പാർട്ടീസിനും എന്ത് ലഭിക്കുന്നുണ്ട്? അവിടെ ബെനിഫിറ്റ് ലഭിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക. The vendor reviews his quality program to ensure that the program is accomplishing its intended function effectively and economically. ഇനി വെൻഡർ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഒരു വെൻഡർ എങ്ങനെയായിരിക്കും ക്വാളിറ്റി പ്രോഗ്രാമിനെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവുക? അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ആ ക്വാളിറ്റി പ്രോഗ്രാം അദ്ദേഹം വിലയിരുത്തും, അല്ലെ? നല്ല രീതിയിൽ അത് റിവ്യൂ ചെയ്യും, അവലോകനം ചെയ്ത് അതിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ പറയുന്ന ഉദ്ദേശിച്ച ഫംഗ്ഷൻസുകൾ, ദാറ്റ് മീൻസ് നമ്മുടെ ഈ പറയുന്ന ക്ലയന്റ്സിന്റെ ആവശ്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, വളരെ എഫിഷ്യന്റ് ആണോ, ഇഫക്റ്റീവ് ആണോ, എക്കണോമിക്കലി അത് അവർക്ക് അഫോർഡബിൾ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താനായിട്ട് വെൻഡർ എന്ത് ചെയ്യും? ആ ഒരു ക്വാളിറ്റി പ്രോഗ്രാമിനെ നല്ലപോലെ റിവ്യൂ ചെയ്യും. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഒരു ഇവിടെ വരുന്നത് വെൻഡർ എന്നല്ല കേട്ടോ, ഇവിടെ വെൻറ്റി എന്നാണ് വരുന്നത് കേട്ടോ. ഇവിടെ വെൻഡർ എന്നാണ് എഴുതിയിരിക്കുന്നത്, വെൻറ്റി എന്നാണ് കേട്ടോ. വെൻറ്റി വെൻറ്റിന്നോ അല്ലെങ്കിൽ ക്ലയന്റിനോ കസ്റ്റമറിനോ അങ്ങനെ വേണമെങ്കിൽ എഴുതിക്കോ കേട്ടോ. ക്ലയന്റിന് അതിന് കുഴപ്പമില്ല. ഇവിടെ വെൻഡർ കിട്ടിയിട്ട് വെൻറ്റി എന്നാക്കാം കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? വെൻറ്റി അഡ്രൈസസ് his vendor's quality program to check whether his vendor is capable of producing the desired quality product. ഒരു വെൻറ്റി മീൻസ് ഒരു ക്ലയന്റ് എങ്ങനെയാണ് ക്വാളിറ്റി പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്യുക? അവരെന്ത് ചെയ്യുന്ന അറിയാമോ? ഈ ഒരു വെൻഡറിന്റെ ക്വാളിറ്റി പ്രോഗ്രാം അവരും ഇവാലുവേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ചെക്ക് വെദർ ഹിസ് വെൻഡർ ഈസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിംഗ് ദ ഡിസൈർഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്. ക്ലയന്റ്, അതായത് നമ്മൾ ആവശ്യപ്പെടുന്ന റിക്വയർമെന്റ്സ്, നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് അവർക്ക് സാധനങ്ങളും സേവനങ്ങളും പറഞ്ഞ സമയത്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ക്ലയന്റും എന്ത് ചെയ്യും? അവരുടെ ഈ പറയുന്ന ക്വാളിറ്റി പ്രോഗ്രാം അവരും എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, രണ്ടു കൂട്ടരും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ഒരു ക്വാളിറ്റി പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ രണ്ട് പാർട്ടീസിനും എന്ത് ലഭിക്കും? ബെനിഫിറ്റ് ലഭിക്കും. ഓക്കെ, ഇനി നോക്കാം. അഡീഷണലി he may establish a ranking system by providing a numerical value. This value, which will be assigned to each vendor, should have a recognition and can be used as the basis of the vendor remedial action and vendor comparisons within the vendor's organization. അത് നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. അതായത് ഒരു ക്ലയന്റ് എന്ത് ചെയ്യും? അതിന് പുറമെ അഡീഷണൽ ആയിട്ട് ക്ലയന്റ് എന്ത് ചെയ്യും? ഒരു റാങ്കിങ് സിസ്റ്റം കൂടെ അവിടെ അക്കംപ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞില്ലേ, വെയിറ്റേജ് കൊടുക്കുന്നു നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനെ പൊട്ടൻഷ്യലി പറയുന്ന പൊട്ടൻഷ്യൽ വെൻഡേഴ്സിന് നമ്മളൊരു ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കും. ദാറ്റ് മീൻസ് നമ്മൾ അവർക്കൊരു എന്താ പറയുക, ഒരു റാങ്കിങ് അല്ലെങ്കിൽ ഒരു വെയിറ്റേജ് നമ്മൾ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ വെയിറ്റേജ് കൊടുക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വെൻഡേഴ്സുകൾക്കിടയിലുള്ള അവരുടെ പെർഫോമൻസ് കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യാനും കമ്പയർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കുന്നത്. അപ്പൊ ഓരോ വെൻഡേഴ്സിനും നമ്മൾ കൊടുക്കുന്ന ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്, ഒരു റെക്കഗ്നേഷൻ ആണ്. ആ ഒരു റെക്കഗ്നേഷനിലൂടെ നമുക്ക് വിവിധ വെൻഡേഴ്സിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ വിവിധ വെൻഡേഴ്സുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനിയോ the vendor may establish a comprehensive, അതായത് ഓരോരുത്തരും ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഒരു വെൻഡർ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും ഇവാലുവേഷന് വേണ്ടിയിട്ട്, അതുപോലെ ഒരു ക്ലയന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. The vendor may establish a comprehensive audit program to cover all phases of plant design, procurement, construction and operation, either within his organizational structure
or by the contractual requirements. That is specified in the purchase order to audit the vendor's facilities. അതായത് ഇപ്പൊ വെണ്ടർ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിന് പുറമെ വെണ്ടർ എന്ത് ചെയ്യുന്നറിയോ, ഒരു ക്വാളിറ്റി ഓഡിറ്റ് കൂടെ അവര് കണ്ടക്ട് ചെയ്യും. ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് പ്രോഗ്രാമും കൂടെ ഒരു വെണ്ടർ കണ്ടക്ട് ചെയ്യും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഓർഗനൈസേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉള്ള ഡിസൈൻ, പ്രൊക്യൂർമെന്റ്, കൺസ്ട്രക്ഷൻ, പിന്നെ അവിടെ നടക്കുന്ന ഓപ്പറേഷൻസുകള്, പ്രവർത്തനങ്ങള്, അതെല്ലാം ഉൾപ്പെടെ വെണ്ടർ എന്ത് ചെയ്യും, അതിനെയൊക്കെ റിവ്യൂ ചെയ്യാനായിട്ട് നമ്മുടെ വെണ്ടർ ഒരു ക്വാളിറ്റി, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് ഒരു ഓഡിറ്റ് പ്രോഗ്രാമും കൂടെ അവർ കണ്ടക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഓഡിറ്റ് പ്രോഗ്രാം, നമ്മളെല്ലാം വെണ്ടർ എന്തിനു വേണ്ടിയിട്ട് ഈ ഓഡിറ്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണേ? കാര്യം അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള ആ ഒരു ക്വാളിറ്റി പ്രോഗ്രാം അത് ഇവരുടെ സ്റ്റാൻഡേർഡുകളെല്ലാം തന്നെ മീറ്റ് ചെയ്യുന്നുണ്ടോ, അത് എഫിഷ്യന്റ് ആണോ, ഇഫക്റ്റീവ് ആയിരിക്കോ, അതൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അവരൊരു ഓഡിറ്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഓഡിറ്റ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ പറയുന്നു, ദ മെയിൻ എയിം ഓഫ് ദ ക്വാളിറ്റി ഓഡിറ്റ്സ് ഈസ് ടു ഗ്യാരണ്ടി കംപ്ലൈന്റ്സ് വിത്ത് ദ ക്വാളിറ്റി അഷ്വറൻസ് പ്രോഗ്രാം റിക്വയർമെന്റ്സ്. അതായത് നമ്മൾ ഈ പറയുന്ന ക്വാളിറ്റി പ്രോഗ്രാമിന്റെ എല്ലാ റിക്വയർമെന്റ്സുകളും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ഉറപ്പാക്കുന്നുണ്ടോ എന്ന് അത് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഓഡിറ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു ക്വാളിറ്റി പ്രോഗ്രാമിലൂടെയും നല്ലൊരു ക്വാളിറ്റി ഓഡിറ്റിലൂടെയും മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഓർഗനൈസേഷന് അതിന്റെ ഒരു നേട്ടം, ഒരു ഓർഗനൈസേഷന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എന്നുവെച്ചാൽ പരമാവധി നമുക്ക് ചെലവ് കുറച്ച്, അതുപോലെ പരമാവധി റിസ്കുകൾ കുറച്ച് ആ ഒരു സ്ഥാപനത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റാനായിട്ട് നല്ലൊരു ക്വാളിറ്റി പ്രോഗ്രാമിലൂടെയും അതുപോലെ ക്വാളിറ്റി ഓഡിറ്റിലൂടെയും സാധിക്കുള്ളൂ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി ബേസിക്കലി വെണ്ടർ മാനേജ്മെന്റ് ഈസ് വൈറ്റൽ ഫോർ എ കമ്പനി ബിക്കോസ് ഇറ്റ് ഇംപ്രൂവ്സ് ദ ക്യാഷ് ഫ്ലോ, പ്രൊവൈഡ്സ് എക്സലന്റ് സർവീസസ്, ഇംപ്രൂവ്സ് റിലയബിലിറ്റി ഓഫ് സപ്ലൈ, helps reduce reliance on capital assets and provides advanced technology trend. അതിന് പുറമെ ഒരു വെണ്ടർ മാനേജ്മെന്റ്, നമ്മളിപ്പോ ഒരു ക്വാളിറ്റി ഓഡിറ്റിനെ പറ്റി പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു സംഭവമാണ് വെണ്ടർ മാനേജ്മെന്റ്. വെണ്ടർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നല്ലൊരു വെണ്ടറിനെ കണ്ടെത്താം, അവരെ മാനേജ് ചെയ്യുക, അവരുടെ പ്രവർത്തനങ്ങൾ ഓവർസീ ചെയ്യുക, അതൊക്കെയാണ് വെണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വെറുതെ ഒരു ഓഡിറ്റ് കൊണ്ട് മാത്രം കാര്യമാവുന്നില്ല, നല്ലൊരു വെണ്ടർ കൂടെ ആയിരിക്കണം അല്ലെ. വെണ്ടറിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണം അല്ലെ. അപ്പൊ ഇവര് പറയുന്നത് ഈ വെണ്ടർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് അതൊരു സ്ഥാപനത്തിലോട്ട് എന്ത് വർദ്ധിപ്പിക്കുന്നു, ക്യാഷ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യുന്നു. അതായത് ഒരു നല്ലൊരു വെണ്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു വെണ്ടറിനെ നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതിലൂടെ നമുക്ക് ആ സ്ഥാപനത്തിലേക്കുള്ള ആ ഒരു ക്യാഷ് ഫ്ലോ, പണമൊഴുക്ക് നമുക്ക് കുറെ കൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുറച്ചും കൂടെ മികച്ച സേവനങ്ങൾ നമുക്ക് ലഭിക്കും. അതുപോലെ ആ ഒരു വിതരണത്തിലുള്ള വിശ്വാസ്യത നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് പറയുന്നത്, ഹെൽപ്സ് റിഡ്യൂസ് ദ റിലയൻസ് ഓൺ ക്യാപിറ്റൽ അസറ്റ്സ്. അതായത് നമ്മുടെ സ്ഥാപനത്തിന്റെ മൂലധന ആസ്തികളെ പരമാവധി ആശ്രയിക്കുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതെന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷന് നമ്മൾ പറയില്ലേ, പാരമ്പര്യ സ്വത്തൊക്കെ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മൾ പറയുന്നത് പാരമ്പര്യമായിട്ട് സ്വത്തുക്കളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ പരമാവധി അതിനെ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ സംരക്ഷിക്കണം. അല്ലാതെ പാരമ്പര്യ സ്വത്ത് ഉണ്ടെന്ന് കരുതി അത് മുഴുവൻ എടുത്ത് ദൂർത്തടിച്ച് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഹെൽപ്സ് റിഡ്യൂസ് റിലയൻസ് ഓൺ ക്യാപിറ്റൽ അസറ്റ്സ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ മൂലധന ആസ്തികളെ പരമാവധി ആശ്രയിക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ ഒരു ഓർഗനൈസേഷന് പ്രവർത്തിക്കണമെങ്കിൽ അതിനൊരു ക്യാപിറ്റൽ ഉണ്ടല്ലോ, ഒരു മൂലധനം ഉണ്ടല്ലോ, അത് അതിന്റെ അസറ്റ് ആണ്, ആ ഒരു ഓർഗനൈസേഷന്റെ ആസ്തിയാണ്. ആ ആസ്തിനെ പരമാവധി നമ്മൾ ഉപയോഗിക്കരുത്, അത് നമ്മൾ അവിടെ അസറ്റ് ആയിട്ട് വെക്കാം. എന്നിട്ട് നമ്മൾ അഡീഷണൽ റവന്യൂ കണ്ടെത്താം. എന്നാലാണ് ആ ഒരു സ്ഥാപനത്തിൽ ഉയർന്നു പോകാൻ പറ്റുള്ളൂ. കാരണം അതിന്റെ ക്യാപിറ്റൽ എടുത്ത് മുഴുവൻ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് സ്ഥാപനത്തിനെ സംബന്ധിച്ച് നഷ്ടം വരും. ഈ പറയുന്ന ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതൊരു ഓർഗനൈസേഷൻ അസറ്റ് ആണ്, ആസ്തിയാണ്. അതിനങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടിട്ടൊക്കെ നമ്മൾ കൂടുതൽ റവന്യൂ ഉണ്ടാക്കാനാണ് നോക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മൂലധന ആസ്തികളെ പരമാവധി ആശ്രയിക്കുന്നത് കുറയ്ക്കാം എന്ന് പറഞ്ഞ് നമുക്ക് പുറമേന്ന് കൂടുതൽ റവന്യൂ കണ്ടെത്താനോ. ആൻഡ് പ്രൊവൈഡ്സ് ദ അഡ്വാൻസ്ഡ് ടെക്നോളജി ട്രാൻസ്ഫർ. കുറച്ചും കൂടെ നമുക്ക് ഈ ഒരു
എന്താ പറയാ ഒരു നൂതന സാങ്കേതിക പ്രവണതകളൊക്കെ നമുക്ക് അതിൽ കൊണ്ടുവരാൻ പറ്റും. ദാറ്റ് മീൻസ് ഒരു മെറ്റീരിയൽ മാനേജ്മെന്റ് വെൻഡറുമായിട്ടുള്ള ആ ഒരു വെൻഡർ മാനേജ്മെന്റിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വെൻഡറുമായിട്ട് നടത്തുന്ന ഇടപാടുകളിലായിക്കോട്ടെ, അതിലൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ നല്ല ടെക്നോളജിക്കൽ ട്രെൻഡുകൾ നമുക്ക് അതിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെയാണെങ്കിൽ നല്ലൊരു വെൻഡർ മാനേജ്മെന്റ്. ക്ലിയർ ആയോ? അപ്പൊ ചുരുക്കി പറഞ്ഞാല് ശരിക്കും ഒരു നല്ലൊരു വെൻഡർ മാനേജ്മെന്റിലൂടെയും ക്വാളിറ്റി ഓഡിറ്റിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പ്രോസസ്സ് കുറെ കൂടെ ഈസി ആയിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. മനസ്സിലായോ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഒന്നും കൂടെ ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. അവിടെ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ക്വാളിറ്റി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളൊരു വെൻഡറുമായിട്ട് എങ്ങനെ ഡിസ്കസ് ചെയ്യണം, അവരുമായിട്ട് എങ്ങനെ എഗ്രിമെന്റിൽ ഏർപ്പെടണം, നല്ലൊരു നെഗോഷിയേഷൻ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം, അതിനെ പറ്റിയൊക്കെ പ്ലാൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ക്വാളിറ്റി പ്രോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ക്വാളിറ്റി പ്രോഗ്രാമിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? അതായത് ഒരു വെൻഡറും ക്ലയന്റും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടായിരിക്കണം ആ ഒരു ക്വാളിറ്റി പ്രോഗ്രാമിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, വിലയിരുത്തേണ്ടത്. അങ്ങനെ രണ്ടു കൂട്ടരും കൂടെ ഒരുമിച്ച് ചേർന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ രണ്ട് പാർട്ടീസിനും എന്ത് ലഭിക്കും? ബെനിഫിറ്റ് ലഭിക്കും. രണ്ട് പാർട്ടീസിനും ബെനിഫിറ്റ് ലഭിക്കും. ഇനി ഈ രണ്ട് കൂട്ടരും എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? അതാണ് അവിടെ പറഞ്ഞത്. അതായത് ഒരു വെൻഡർ എന്ത് ചെയ്യുന്ന വെച്ചാൽ വെൻഡർ അവരുടെ ക്വാളിറ്റി പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് അവർ റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്തിട്ട് അതിലുള്ള എല്ലാ എന്താ പറയുക പ്രോസസ്സുകളും എഫിഷ്യന്റ് ആണോ, അത് ഇഫക്റ്റീവ് ആണോ, അല്ലെങ്കിൽ ക്ലയന്റിന്റെ ആവശ്യകതകൾ മീറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ എക്കണോമിക്കലി അഫോർഡബിൾ ആണോ, എഫിഷ്യന്റ് ആണോ, ഇഫക്റ്റീവ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താനായിട്ട് വെൻഡർ എന്ത് ചെയ്യും? വെൻഡർ അത് ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്യും. അതുകൂടാതെ വെൻഡർ ഒരു കാര്യം കൂടെ ചെയ്യും, ഓഡിറ്റ് നടത്തും. ക്വാളിറ്റി ഓഡിറ്റുകൾ നടത്തും. ഓഡിറ്റ് നടത്തുന്നതും എന്തിനു വേണ്ടി തന്നെയാണ്? ഇതുപോലെ ക്ലയന്റിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലയന്റിന് എന്തൊക്കെ റിക്വയർമെന്റ്സ് ഉണ്ട്, അവരുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്, അവർ ആവശ്യപ്പെട്ടിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അത് മനസ്സിലാക്കാനായിട്ട് വെൻഡർ എന്ത് നടത്തും? ഒരു ക്വാളിറ്റി ഓഡിറ്റും അദ്ദേഹം കണ്ടക്ട് ചെയ്യും. ആ രീതിയിലാണ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി ഒരു ക്ലയന്റ്, ദാറ്റ് മീൻസ് ഒരു വെൻഡി, ഒരു ക്ലയന്റ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ക്ലയന്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്വാളിറ്റി പ്രോഗ്രാമിന് ഇവാലുവേറ്റ് ചെയ്യും. അവര് ഇവാലുവേറ്റ് ചെയ്യുന്നത് വെൻഡറിനെയാണ്. വെൻഡറിന് അവരുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാനായിട്ട് വെൻഡറിന് സാധിക്കോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ആരും ചെക്ക് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ക്ലയന്റും ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ ക്ലയന്റ് എന്ത് ചെയ്യുന്നറിയോ? വെൻഡേഴ്സിന് ഒരു റാങ്കിങ് കൊടുക്കും. അതായത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉപയോഗിച്ച് അവർക്കൊരു റാങ്കിങ് കൊടുത്ത് അവരും എന്ത് ചെയ്യും? നല്ല നല്ല വെൻഡേഴ്സിനെ അവര് കമ്പയർ ചെയ്ത് ആ രീതിയിലും അവര് പ്രോജക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ രണ്ടു കൂട്ടരും ചേർന്ന് പ്രവർത്തിച്ചിട്ടാണ് ആ ഒരു ക്വാളിറ്റി പ്രോഗ്രാമിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ശരിയായ ഒരു വെൻഡർ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ, നല്ലൊരു വെൻഡർ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാപനത്തിലേക്കുള്ള പണമൊഴുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. കുറച്ചുകൂടെ മികച്ച സേവനങ്ങൾ നമുക്ക് ലഭിക്കും. ആ വിതരണത്തിലുള്ള വിശ്വാസ്യത നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. ഒരു വെൻഡർ നല്ലൊരു വെൻഡർ ആണെങ്കിൽ നമുക്ക് അവരുമായിട്ട് പിന്നീട് എപ്പോഴും അവരുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് നമുക്കൊരു എന്തുണ്ടാവും? ഒരു ട്രസ്റ്റ് ഉണ്ടാവും, അല്ലെ? ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവും. അതുപോലെ നമ്മുടെ മൂലധന ആസ്തികളെ പരമാവധി ആശ്രയിക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കുറച്ചുകൂടെ കുറേയും അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോൺട്രാക്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഏർപ്പെടാനായിട്ട് ഒരു നല്ല വെൻഡർ മാനേജ്മെന്റിലൂടെ സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? കുറച്ച് ട്രൈ ആണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വെൻഡർ മാനേജ്മെന്റ് ആണ്. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞല്ലോ വെൻഡർ മാനേജ്മെന്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, അല്ലെ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതാണ് വെൻഡർ മാനേജ്മെന്റ്.
എന്താണ് വെണ്ടർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു വെണ്ടറിനെ നമ്മൾ കണ്ടെത്തുക, അവരെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മൾ വെണ്ടർ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു സൈക്ലിക് പ്രോസസ് ആണ്. ഓക്കെ, ഒരു സൈക്ലിക് പ്രോസസ് പോലെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുക കേട്ടോ, വെണ്ടർ മാനേജ്മെന്റ് അതിനകത്ത് 5 സ്റ്റെപ്പുകളാണ് വരുന്നത്. ഒരു വെണ്ടറിനെ നമ്മൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നോക്കിയേ, വെണ്ടർ ആൻഡ് റിസ്ക് അസസ്മെന്റ്. എന്താണ് വെണ്ടർ പ്രൊഫൈൽസ് ആൻഡ് റിസ്ക് അസസ്മെന്റ്? അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളൊരു പൊട്ടൻഷ്യൽ വെണ്ടറിനെ എന്ത് ചെയ്യാണ്, ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ഒരു പൊട്ടൻഷ്യൽ വെണ്ടറിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്, വെണ്ടർ പ്രൊഫൈൽസ് ആൻഡ് റിസ്ക് അസസ്മെന്റ്, അതായത് ആ ഒരു വെണ്ടറിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ആ ഒരു വെണ്ടറുമായിട്ട് നമ്മൾ എന്താണ് എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ വരുന്ന റിസ്കുകളെ പറ്റിയും മറ്റുമൊക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. അതാണ് റിസ്ക് അസസ്മെന്റ് എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? ആ ഒരു വെണ്ടറിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു, ആ ഒരു വെണ്ടറുമായിട്ട് നമ്മൾ എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്കുകൾ എന്തൊക്കെയുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്, അസസ് ചെയ്യുന്നുണ്ട്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ വേണമെങ്കിൽ അവിടെ എഴുതി വെച്ചോട്ടോ, അല്ലാതെ ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. വെണ്ടർ പ്രൊഫൈൽസ് ആൻഡ് റിസ്ക് അസസ്മെന്റ് മീൻസ് നമ്മളൊരു പൊട്ടൻഷ്യൽ വെണ്ടറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, ആ വെണ്ടറുമായിട്ട് നമ്മൾ എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്കുകളെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അസസ് ചെയ്യുന്നുണ്ട് കേട്ടോ, വിലയിരുത്തുന്നുണ്ട്. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എവിടേക്കാ പോകുന്നത് നോക്കിയേ, വെണ്ടർ ഓഡിറ്റ് ആൻഡ് ക്ലാരിഫിക്കേഷൻ. അതാണ് വെണ്ടർ ഓഡിറ്റ് ആൻഡ് ക്ലാരിഫിക്കേഷൻ. നമ്മൾ എന്ത് ചെയ്യാണ് ഈ ഒരു ഫേസില്, ഈ രണ്ടാമത്തെ ഫേസില് നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യത്തെ ഇനീഷ്യൽ അസസ്മെന്റ് നമ്മൾ നടത്തുന്നുണ്ട്. ആദ്യം നമ്മളൊരു അസസ്മെന്റ് നടത്തുന്നുണ്ട് അല്ലെ. ആ ഒരു ഇനീഷ്യൽ അസസ്മെന്റിന് ശേഷം കുറെ കൂടി കൂടുതൽ ആഴത്തില് നമ്മൾ എന്ത് ചെയ്യാണ്, വെണ്ടറിന്റെ രണ്ടാമത്തെ ഫേസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. ഓക്കെ, വെണ്ടർ ഓഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പൊ അതിലൂടെ നമുക്ക് വെണ്ടേഴ്സിന്റെ കേപ്പബിലിറ്റീസ്, വെണ്ടേഴ്സിന്റെ പൊട്ടൻഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, നമുക്ക് ആ വെണ്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസേൺസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വെണ്ടർ ഓഡിറ്റിലൂടെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? വെണ്ടറിനെ നമ്മൾ ഓഡിറ്റ് ചെയ്യാണ്, കുറെ കൂടെ ആഴത്തിൽ നമ്മൾ അവരെ അസസ് ചെയ്യാണ്, ഇവാലുവേറ്റ് ചെയ്യാണ്. അപ്പൊ അവിടെ നമുക്ക് വെണ്ടറിന്റെ കേപ്പബിലിറ്റീസ് എത്രത്തോളം ഉണ്ട്, പൊട്ടൻഷ്യാലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, ആ വെണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശങ്കകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു ഫേസിൽ നമുക്ക് സാധിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് വെണ്ടർ ഓഡിറ്റ് ആൻഡ് ക്ലാരിഫിക്കേഷൻ. ദെൻ തേർഡ് സ്റ്റെപ്പ് പോകുന്നത് എന്താണ്, നോൺ കൺഫോർമൻസ് ഓർ കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആണ്. നോൺ കൺഫോർമൻസ് ഓർ കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ്. അതായത് നമ്മൾ ഈ ഒരു വെണ്ടർ ഓഡിറ്റ് നടത്തിയില്ലേ സെക്കൻഡ് ഫേസില്, ആ വെണ്ടർ ഓഡിറ്റിലൂടെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ കണ്ടുപിടിക്കപ്പെട്ടാല് അത് അഭിമുഖീകരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകള് അഥവാ കറക്റ്റീവ് മെഷേഴ്സുകള് എടുക്കാനുള്ളതാണ് തേർഡ് ഫേസിൽ നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? നോൺ കൺഫോർമൻസ് ആൻഡ് കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആക്ഷൻ. ദാറ്റ് മീൻസ് നമ്മൾ സെക്കൻഡ് ഫേസിൽ വെണ്ടർ ഓഡിറ്റ് നടത്തും. ആ ഓഡിറ്റിലൂടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും പോരായ്മകൾ ശ്രദ്ധിക്കപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ അഡ്രസ് ചെയ്യണം അല്ലെ. അത് അഡ്രസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസുകള് അല്ലെങ്കിൽ പ്രിവെന്റീവ് ആക്ഷൻസുകൾ എടുക്കുന്നതാണ് മൂന്നാമത്തെ ഫേസ്. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്ത് നമുക്ക് ചെയ്യാം, പ്രോഡക്റ്റ് സാമ്പിളിംഗ് ആൻഡ് ടെസ്റ്റ് റിസൾട്ട് ആണ്. അപ്പൊ ഇതിലൂടെ നമുക്ക് ഏകദേശം വെണ്ടറിന്റെ നമുക്ക് ഓക്കെ ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തെ ഫേസിൽ എത്തുമ്പോഴേക്കും നമുക്ക് വെണ്ടർ ഏകദേശം നമുക്ക് മാനേജബിൾ ആയിട്ടുണ്ടാവും, ഓക്കെ ആയിട്ടുണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് സാമ്പിളിംഗ് ആൻഡ് ടെസ്റ്റ് റിസൾട്ട് ആണ്. അതായത് വെണ്ടർ നമുക്ക് തരുന്ന പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ, അത് നമ്മൾ സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യാം.
ഓക്കെ, സാമ്പിൾ എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ റിക്വയർമെന്റ്, നമ്മുടെ എക്സ്പെക്ടേഷൻസ്, നമ്മൾ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് എല്ലാ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളും അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം, അല്ലെ? അതിനു വേണ്ടിയിട്ട് അവർ കൊണ്ടുവരുന്ന അവരുടെ പ്രോഡക്റ്റ് നമ്മൾ സാമ്പിൾ എടുക്കുക, അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ അതിനുശേഷം എന്താണ്? പെർഫോമൻസ് മോണിറ്ററിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. അതായത് നമ്മൾ ആ ഒരു വെഞ്ചറിന്റെ പെർഫോമൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കാം. തുടർച്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ അവരുടെ പ്രോഗ്രസ് നമ്മൾ കറക്റ്റ് ആയിട്ട് റിപ്പോർട്ടിലൂടെ നമ്മൾ ജനറേറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു വെണ്ടർ മാനേജ്മെന്റ് നടത്തേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ ലാസ്റ്റത്തെ സ്റ്റെപ്പ് മനസ്സിലായില്ലേ? പെർഫോമൻസ് മോണിറ്ററിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. നമ്മൾ ആ ഒരു വെണ്ടറിന്റെ പെർഫോമൻസിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യാണ്. അവരുടെ പ്രോഗ്രസ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊരു റിപ്പോർട്ട് രൂപത്തിൽ അത് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഒരു വെണ്ടർ മാനേജ്മെന്റ്. ക്ലിയർ ആണ്? അപ്പൊ ആദ്യം എന്താ ചെയ്തത്? വെണ്ടർ പ്രൊഫൈൽസ് ആൻഡ് റിസ്ക് അസസ്മെന്റ്. വെണ്ടറിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അവരുമായിട്ട് എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ റിസ്കിനെയും പറ്റിയിട്ട് നമ്മൾ അസസ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് വെണ്ടർ ഓഡിറ്റ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ നമ്മൾ കുറെ കൂടെ ആഴത്തിൽ വെണ്ടറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അവരുടെ എല്ലാ കേപ്പബിലിറ്റീസും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അവരിൽ എന്തെങ്കിലും കൺസേൺസോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ അതിനുള്ള ക്ലാരിഫിക്കേഷൻ നമുക്ക് അതിലൂടെ ലഭിക്കുന്നു. മൂന്നാമത്തത് നോൺ കൺഫോർമൻസ് ഓർ കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ്. ഇനി വെണ്ടർ ഓഡിറ്റിലൂടെ എന്തെങ്കിലും പോരായ്മകൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആക്ഷൻസ് എടുക്കാന്നുള്ളതാണ്. അതിനുശേഷം പ്രോഡക്റ്റ് സാമ്പിളിംഗ് ആൻഡ് ടെസ്റ്റ് റിസൾട്ട്. വെണ്ടർ നമുക്ക് തരുന്ന പ്രോഡക്റ്റില് സാമ്പിൾ എടുക്കുക, നമ്മളത് ടെസ്റ്റ് ചെയ്യുക, നമ്മളുടെ എല്ലാ ആവശ്യകതകളും എല്ലാ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളും മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നമുക്ക് ആ ഒരു മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെണ്ടർ നമുക്ക് കൺഫേം ആണ്. ഓക്കെ, പിന്നെ എന്താണ്? പെർഫോമൻസ് മോണിറ്ററിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്, അല്ലെ? വെണ്ടറിന്റെ പെർഫോമൻസ് തുടർച്ചയായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുക, അവരുടെ പെർഫോമൻസ് നമ്മൾ റിപ്പോർട്ടിലൂടെ ജനറേറ്റ് ചെയ്യുക. ഇതാണ് എന്ത്? ഒരു വെണ്ടർ മാനേജ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് വെണ്ടർ ഇവാലുവേഷൻ. ഇനി വെണ്ടർ ഇവാലുവേഷൻ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു വെണ്ടർ ഇവാലുവേഷൻ നടത്തുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെണ്ടർ ഇവാലുവേഷൻ ആണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. There are basically 3 different types of vendor evaluation. പ്രധാനമായിട്ടും ഇത് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. 3 ടൈപ്പ് വെണ്ടർ ഇവാലുവേഷൻ ആണ് ഉള്ളത്. ഏതൊക്കെയാണെന്നറിയോ ആ 3 ടൈപ്പ്? ഒന്ന് ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ്, 2 ആഫ്റ്റർ ദ ഫാക്ട് ഇവാലുവേഷൻ, 3 ബിഫോർ ദ ഫാക്ട് ഡിസൈൻഡ്. ബിഫോർ ദ ഫാക്ട് ദാറ്റ് മീൻസ് ഡിസൈൻഡ്. ഓക്കെ, ഏതൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് വെണ്ടർ ഇവാലുവേഷൻ? ഒന്ന് ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ്, 2 ആഫ്റ്റർ ദ ഫാക്ട് ഇവാലുവേഷൻ, ബിഫോർ ദ ഫാക്ട് ഡിസൈൻഡ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കാഷ്വൽ ആയിട്ടുള്ള ഒരു ഓൺഗോയിങ് അസസ്മെന്റ് ഓഫ് വെണ്ടർ പെർഫോമൻസ്. അത്രയേ ഉള്ളൂ. ഒരു വെണ്ടറിന്റെ പെർഫോമൻസിനെ വളരെ കാഷ്വൽ ആയിട്ട് തുടർച്ചയായിട്ട് നമ്മൾ അസസ് ചെയ്യുന്നതിനെയാണ് ഇൻഫോർമൽ എന്ന് പറയുന്നത്. ഇൻഫോർമൽ ആയിട്ട് എന്ന് വെച്ചാൽ വളരെ കാഷ്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കാഷ്വൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വെണ്ടറിനെ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, രണ്ടാമത്തത് ആഫ്റ്റർ ദ ഫാക്ട് ഇവാലുവേഷൻ ആണ്. ആഫ്റ്റർ ദ ഫാക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ആ ഒരു വെണ്ടറുമായിട്ട് കരാറിൽ ഏർപ്പെട്ട് അവരുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് പ്രോജക്റ്റുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അതിനുശേഷം നമ്മൾ ആ ഒരു വെണ്ടറിനെ ഇവാലുവേറ്റ് ചെയ്തതിനെയാണ് ആഫ്റ്റർ ദ ഫാക്ട് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ് ഇവന്റ് ഇവാലുവേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ആ ഒരു വെണ്ടറുമായിട്ട് നമ്മൾ എല്ലാ ഇടപാടുകളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ആഫ്റ്റർ ദ ഫാക്ട് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ബിഫോർ ദ ഫാക്ട് ആണ്. ഡിസൈൻഡ് ആണ്. ബിഫോർ ദ ഫാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വെണ്ടറുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നതിന് മുൻപേ തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെ, അല്ലെ? പ്ലാനഡ് അസസ്മെന്റ് ആണ്, അല്ലെ? ബിഫോർ സെലക്ടിങ് എ വെണ്ടർ ഓർ പ്രോജക്ട്. നമ്മളൊരു വെണ്ടറിനെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ഒരു വെണ്ടറുമായിട്ട് പ്രോജക്റ്റിൽ ഏർപ്പെടുന്നതിന് മുൻപേ തന്നെ നമ്മൾ പ്ലാനഡ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് നമ്മൾ സെറ്റ് ചെയ്യണം. അതാണ് എന്ത്? ബിഫോർ ദ ഫാക്ട് അഥവാ അത് ഡിസൈൻഡ് ആണ്. നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ്. ഓക്കെ,
ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് വെണ്ടർ ഇവാലുവേഷൻ ആണ് ഉള്ളത് കേട്ടോ. ഒന്ന് ഇൻഫോർമൽ, കാഷ്വൽ ആയിട്ടുള്ള ഓൺഗോയിങ്, അതായത് നമ്മൾ വെണ്ടറുമായിട്ട് ഏർപ്പെടുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ വെണ്ടറുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ നമ്മൾ അവരുടെ പെർഫോമൻസ് ഇങ്ങനെ ഓൺഗോയിങ് ആയിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്തു പോകുന്ന രീതിയാണ് ഇൻഫോർമൽ യൂസ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഫാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വെണ്ടറുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ആദ്യത്തെ ഫാക്ട് ഇവാലുവേഷൻ എന്ന് പറയുന്നു. വെണ്ടറുമായിട്ട് വെണ്ടറിനെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് അവരുമായിട്ട് പ്രോജക്റ്റിൽ ഏർപ്പെടുന്നതിന് മുമ്പേ തന്നെ ഒരു പ്ലാനഡ് അസസ്മെന്റ് നടത്തുന്നതിനെയാണ് ബിഫോർ ദ ഫാക്ട് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത നോക്കുന്നത് ഓരോന്ന് എന്താണെന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ്സ്. അതായത് ഇൻ ദിസ് ടൈപ്പ് ഓഫ് വെണ്ടർ ഇവാലുവേഷൻ ഡാറ്റ ഈസ് കളക്ടഡ് ഫ്രം മെനി സോഴ്സസ് സച്ച് as journal, diaries, logbooks or financial records, and knowing what happened in the past allows one to evaluate an event in order to make better decisions for the future. Informal use of record. നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് വെണ്ടർ ഇവാലുവേഷനില് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ആ വെണ്ടറിനെ പറ്റിയുള്ള ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത് പല പല സോഴ്സുകളിൽ നിന്നാണ്. അതായത് പല സോഴ്സുകളിൽ നിന്നും നമ്മൾ ആ വെണ്ടറിനെ പറ്റിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാണ്. ദാറ്റ് മീൻസ് ജേർണൽസുകള്, ഡയറീസ്, ലോഗ് ബുക്സ്, ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, അങ്ങനെ നമ്മുടെ റെക്കോർഡുകളിലൂടെയൊക്കെ ആ ഒരു വെണ്ടറിന്റെ പാസ്റ്റ് പെർഫോമൻസും അതുപോലെ കാര്യങ്ങളും പിന്നെ അവർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഇത്തരത്തിലുള്ള ജേർണൽസ്, ഡയറീസ്, ലോഗ് ബുക്സ്, ഫിനാൻഷ്യൽ റെക്കോർഡുകളിലൂടെയൊക്കെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം. And knowing what happened in the past allows one to evaluate an event in order to make better decision for the future. അപ്പൊ നമുക്ക് അതിന് ആ ഒരു വെണ്ടറിന്റെ പാസ്റ്റ് പെർഫോമൻസ് എങ്ങനെയായിരുന്നു അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് ഫ്യൂച്ചറിൽ വളരെ ബെറ്റർ ആയിട്ടുള്ള പല തീരുമാനങ്ങൾ നമുക്ക് എടുക്കാനും സാധിക്കും. അതാണ് എന്ത് ഇൻഫോർമൽ യൂസ് ഓഫ് റെക്കോർഡ് അഥവാ കാഷ്വൽ അഥവാ ഓൺഗോയിങ് അസസ്മെന്റ് ഓഫ് ദ വെണ്ടർ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ബാക്കി രണ്ടെണ്ണം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഭാഗമാണ്, അതുകൊണ്ടാണ് വളരെ പതുക്കെ നമുക്ക് ഇത് പോവാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. കുറച്ചല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെയുള്ള ഭാഗങ്ങൾ കുഴപ്പമില്ല കേട്ടോ. വിൻ-വിൻ സിറ്റുവേഷൻ ഒക്കെ തൊട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ വരെയുള്ള ഭാഗങ്ങളാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ. അതിന്റെ ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കും. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിലാണ് കേട്ടോ. താങ്ക് യു.